സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ സൂര്യചന്ദ്ര താരങ്ങളെ കടന്നു സ്വർഗനാട്ടിൽ ജീവവൃക്ഷത്തിൻ തണലിൽ എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നീ എൻ മണവാളാ. എൻ സ്വർഗവീട്ടിൽ എത്തുവാൻ കൊതിച്ചിടുന്നീ എൻ മണവാളാ. മൽപ്രിയനേ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകൽക്കാലത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിന്റെ ദാസൻ, തന്റെ കുടുംബം, മറ്റ് ദൈവദാസന്മാർ, ദൈവദാസ്യമാർ, മക്കൾ, പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും എൻ്റെ സ്നേഹവും വന്ദനവും അറിയിക്കുകയാണ്. കഴിഞ്ഞ 10-27 വർഷപരമായി കർത്താവിന്റെ വയലിൽ അധ്വാനിപ്പാൻ ദൈവം എനിക്ക് കൃപ ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രിയ അച്ഛന് സൗദിയുടെ കാര്യം പറഞ്ഞപ്പോൾ എലിവേറ്റർ സ്വാമി അച്ഛൻ അറിയാമായിരിക്കും തോന്നുന്നു. അദ്ദേഹം ഞാനും കൂടാണ് അവിടെ സൗദി ദൈവത്തിന്റെ വേല ചെയ്യുവാൻ ഇടയായിത്തീർന്നത്. തിരുവല്ലയിലുള്ള എരവിപേരൂർ ചർച്ച് ഓഫ് ഗോഡിന്റെ ഇപ്പോൾ ഡിസ്ട്രിക്ട് പാസ്റ്റർ ആയിരിക്കുന്ന തോമസ് പുളിവേലി എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസൻ എൻ്റെ ശുശ്രൂഷയിൽ ആണ് അദ്ദേഹം വിശ്വാസത്തിൽ വരുവാൻ ഇടയായിത്തീർന്നത്. ഇന്ന് അദ്ദേഹം ഡിസ്ട്രിക്ട് പാസ്റ്ററാണ്, ഞാനൊരു സാധാ പാസ്റ്ററാണ്. റിയാദിൽ ഞാൻ എൻ്റെ സ്വന്തം വണ്ടി ഓടിച്ച് എയർപോർട്ടിൽ അവരുടെ ഹോസ്പിറ്റലിൽ പോയി അവിടെയുള്ള റൂമിൽ അദ്ദേഹം വെള്ളിയാഴ്ച രാവിലെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ തട്ടി ഉണർത്തി പല്ലും തീപ്പിച്ച് കുളിപ്പിച്ച് എൻ്റെ വണ്ടിയിൽ കൊണ്ടുപോയി ആരാധനയിൽ ഇരുത്തി. ആ നിലയിൽ പല ആഴ്ചകൾ, പല മാസങ്ങൾ കഷ്ടപ്പെട്ടതിന് ശേഷമാണ് ആ ദേവദാസനെ എനിക്ക് വിശ്വാസത്തിൽ കൊണ്ടുവരുവാൻ ഇടയായിത്തീർന്നത്. ആ ഹോസ്പിറ്റലിൽ വെച്ച് തന്നെ അദ്ദേഹം ഫാർമസിസ്റ്റ് ആയിരുന്നു. ആ ഹോസ്പിറ്റലിൽ തന്നെ ഒരു നഴ്സ് അവരുടെ വിവാഹം കഴിപ്പിച്ച് അവരുടെ കുടുംബജീവിതം നയിപ്പാൻ ദൈവം കൃപ ചെയ്തു. നിങ്ങൾ ആരെങ്കിലും അദ്ദേഹത്തെ കാണുമ്പോൾ ചോദിക്കണം, ഈ പിച്ചപ്പാസ്റ്റർ മുഖാന്തരമാണോ വന്നെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഡീറ്റെയിൽ ആയിട്ടെല്ലാം പറയും. അതുപോലെ അനേക ദൈവദാസന്മാരെ വാർത്തെടുക്കുവാൻ ദൈവം എനിക്ക് കൃപ ചെയ്തു. കൊട്ടാരക്കരെ ഒരു ദൈവസഭയിൽ ആയൂർ ചർച്ചിന്റെ സെന്ററിലൊരു ഷിബു എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസനും എൻ്റെ വിശ്വാസത്തിൽ ശുശ്രൂഷയിൽ വരുവാൻ ഇടയായിട്ടുണ്ട്. അങ്ങനെ അനവധി കാര്യങ്ങൾ ദൈവം ഈ എളിയവനെ കൊണ്ട് ചുരുങ്ങിയ നാളിൽ ചെയ്യുവാൻ ഇടയായി. എനിക്ക് പാരമ്പര്യ പെന്തിക്കോസ്ത് ഒന്നും പറയാനില്ല. കണ്ടതിൽ കുടുംബം എന്ന് പറയുമ്പോൾ പാസ്റ്റർ പറഞ്ഞല്ലോ, ഒരു ഓർത്തഡോക്സ് ഫാമിലിയാണ് കണ്ടതിൽ ഫാമിലി എന്ന് പറയുന്നത്. എൻ്റെ വല്യപ്പച്ചൻ മുതൽ ഞങ്ങൾ മാർത്തോമയിലേക്ക് വരുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്തു. അങ്ങനെ ആ സമയം മുതൽ ഞങ്ങൾ മാർത്തോമയക്കാരാണെങ്കിലും വേദോസ്ത ഗ്രന്ഥമാണെന്നോ ഒന്നും അറിയാൻ വയ്യാത്ത
ഒരു വ്യക്തിയായിരുന്നു ഞാൻ. കർത്താവിന്റെ ദാസൻ എന്റെ സാക്ഷ്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ അതിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. അന്ന് അദ്ദേഹത്തെ ഞാൻ ലജ്ജിപ്പിച്ചു, അല്ലെങ്കിൽ അദ്ദേഹത്തെ അങ്ങനെ നാണം കെടുത്തി എന്ന് പറയാൻ കാരണം എൻ്റെ സ്വന്തം കഴിവുകൊണ്ടല്ലായിരുന്നു. പ്രത്യുത ഞാൻ അന്ന് നന്നായി മദ്യപിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എൻ്റെ മദ്യപാനമാണ് എന്നെ നാശത്തിലേക്ക് കൊണ്ടുപോയത്. അന്നും അദ്ദേഹത്തെ ഞാൻ അവിടെ കണ്ടുമുട്ടിയപ്പോൾ ഞാൻ വാടക വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നാണ്. അന്ന് ഞാൻ ആ പ്രവൃത്തി അദ്ദേഹത്തോട് ചെയ്തത്. ഇന്നും ഞാൻ വാടക വീട്ടിൽ തന്നെ താമസിച്ച് കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അരൂർ പ്രദേശത്ത് ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെയുള്ള ഒരു ദൈവ സഹോദരനാണ് ജോയിച്ചായൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ്, പത്രപ്രവർത്തകൻ ജോൺ ഫിലിപ്പ്. അദ്ദേഹമാണ് എന്നെ സ്പോൺസർ ചെയ്ത് ഇവിടെ കൊണ്ടുവരാൻ റെഡിയായി തീർന്നത്. അദ്ദേഹത്തിൻ്റെ ചർച്ച ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്നു. എനിക്ക് ഭാര്യയും 3 മക്കളും 3 മരുമക്കളും 5 കൊച്ചുമക്കളും ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. ഇവരെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളായി കർത്താവിൻ്റെ വേലയ്ക്ക് ശക്തമായി ചുമല് കൊടുത്തുകൊണ്ടിരിക്കുന്നു. പ്രവർത്തിയ ദൈവത്തെ സ്തുതിക്കുന്നു, കർത്താവിനെ മഹത്വപ്പെടുത്തും, ജോലി ചെയ്തുകൊണ്ട് തന്നെ. സ്തോത്രം. അപ്പോൾ തന്നെ എൻ്റെ മകളും കുടുംബവും അവർ മസ്കറ്റിന്റെ പ്രദേശത്ത് കർത്താവിൻ്റെ വേലയിൽ ശക്തമായിട്ട് നിൽക്കുന്നു. ഒപ്പിയോടുള്ള ബന്ധത്തിൽ ആയിരിക്കുകയാണ്. നിങ്ങൾ ഞങ്ങളെയും ഞങ്ങളുടെ ശുശ്രൂഷയും ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുക. തുടർന്ന് കർത്താവിന്റെ ദാസൻ തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞ് ഇരിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവത്തിന്റെ വചനം ഇങ്ങനെയാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഭാഗമാണല്ലോ. അന്നാളിൽ അവന്റെ ചുമട് നിന്റെ തോളിൽ നിന്നും അവന്റെ നുകം നിന്റെ കഴുത്തിൽ നിന്നും നീങ്ങിപ്പോകും. പുഷ്ടി നിമിത്തം നുകം തകർന്നു പോകും. Praise the Lord. Praise the Lord. Hallelujah. ആരംഭമായി കർത്താവിന്റെ ദാസൻ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ കുറിച്ച് പ്രസംഗിച്ചു. Praise the Lord. ഈ പുനരുത്ഥാനത്തിന്റെ ശക്തി എന്ന് പറയുമ്പോൾ അത് ദൈവത്തിന്റെ അത്യന്ത ശക്തി. കർത്താവ് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, ലൂക്കോസ് 24:49 എടുക്കണമെന്നില്ല. എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. ആകയാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ലഭിക്കുവോളം നഗരത്തിൽ പാർക്കണം. Praise the Lord. ഈ 21 ദിവസത്തെ ഉപവാസപ്രാർത്ഥനയുടെ പ്രത്യേകത എന്ന് എനിക്ക് തോന്നുന്നത്, കർത്താവിന്റെ ദാസൻ പറഞ്ഞു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടുന്ന ഒരു പ്രാർത്ഥന. അപ്പോൾ ഒരുക്കപ്പെടുന്ന പ്രാർത്ഥന നല്ലതാണെങ്കിലും ഒരുക്കപ്പെടുന്നതിന് മുമ്പ് കർത്താവ് പറഞ്ഞത് നാം അനുസരിക്കണം. എന്തോ ഉയരത്തിൽ നിന്ന് ശക്തി പ്രാപിച്ചിട്ട് വേണം ഇവിടെ വിട്ടുപോകാൻ. Praise the Lord. ദൈവത്തിന്റെ അത്യന്ത ശക്തി ഒരു വ്യക്തിയുടെ മൺപാത്രത്തിൽ പകരണമെങ്കിൽ യഹോവയെ കാത്തിരിക്കണം. സ്തോത്രം. നമ്മുടെ ശരീരത്തിൽ ഈ അത്യന്ത ശക്തി ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? വേലയുടെ വിശാലതയ്ക്ക് പ്രയോജനപ്പെടുത്തും. കാരണം
ലോകത്തിന്റെ ഏത് മൂലയ്ക്ക് ചെന്ന് നാം കർത്താവിന്റെ വേല ചെയ്താലും നമുക്കെല്ലാവർക്കും ഒരു പ്രതിപക്ഷമുണ്ട്, അല്ലെങ്കിൽ എതിരാളിയുണ്ട്. സ്തോത്രം. ഈ എതിരാളി എന്ന് പറയുന്നത് നീ വെറുതെ കൈകെട്ടി വന്ന് ഇവിടെ ഇരുന്നാൽ അവനൊരു പ്രശ്നവുമില്ല. നീ വാ തുറക്കാതെ ഇവിടെ ഇരുന്നാൽ അവനൊരു പ്രശ്നവും. സ്തോത്രം. ചില പറയാലോ, കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ എങ്ങോട്ട് വേണമെങ്കിലും മറിയാം, തിരിയാം. ഏത് പാർട്ടിയിലും വേണമെങ്കിലും ചേരാം. സ്തോത്രം. ഏത് നിലവാരത്തിലും പോകാം. എന്നാൽ ഈ അത്യന്ത ശക്തി നമ്മുടെ മേൽ വന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വൈതല് വലയ്ക്കകത്ത് പിടിക്കപ്പെട്ട മീൻ പോലെയാണ്. അല്ലാത്ത മീൻ അതിരില്ല, അതിനെവിടെയും ഓടി നടക്കാം. എന്നാൽ വലയ്ക്കകത്ത് പിടിക്കപ്പെട്ട ഈ മീനിന് അതിരുണ്ട്. സ്തോത്രം. ഇഷ്ടത്തിന് ഓടാൻ ഒക്കത്തില്ല, സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കാൻ ഒക്കത്തില്ല, സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ ഒക്കത്തില്ല. കാരണം നമ്മുടെ മുകളിൽ ഒരു ഉന്നതനും അതിന്റെ മുകളിൽ ഒരു അത്യുന്നതനും. Praise the Lord. Praise the Lord. ഒരു വ്യക്തിയുടെ ജീവിതത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവന് രണ്ട് ആളത്വങ്ങളാണ്. സ്തോത്രം. രണ്ട് ആളത്വങ്ങളാണ്. ഒന്ന് പുറമേയുള്ളവൻ, രണ്ട് അകമേയുള്ളവൻ. പുറമേ ഉള്ളവന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അവന് പുഷ്ടി വേണമെങ്കിൽ നല്ല ആഹാരം കഴിക്കണം, നല്ല ഭക്ഷണം വേണം, രുചികരമായ ഭക്ഷണം വേണം. ഇതെല്ലാം കഴിച്ചു കുടിച്ച് നല്ല വസ്ത്രം പൊതിച്ച് ജീവിക്കണം. എന്നാൽ പുറമേ അകമേ ഉള്ളവന് വേണ്ടത് എന്തുവാ? ആത്മീയാഹാരമാണ്. ആത്മീയാഹാരമാണ്. നിന്റെ പുറമേ ഉള്ള മനുഷ്യൻ ക്ഷയിച്ചു പോയാലും അകമേ ഉള്ളവൻ സ്കെലിറ്റനാകാൻ പാടില്ല. മനസ്സിലായല്ലോ? പുറമേ ഉള്ളവൻ സ്കെലിറ്റൻ ആയാലും അകമേ ഉള്ളവൻ ബലപ്പെടണം, അകമേ ഉള്ളവൻ ശക്തിപ്പെടണം. അതാണ് 2 Corinthians 10:4 പറയുന്ന എടുക്കണമെന്നില്ല. കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവർ. സ്തോത്രം. കോട്ടകളെ ഇടിക്കുവാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവയാകണമെങ്കിൽ നമുക്ക് എന്താ വേണം? അകത്തെ മനുഷ്യൻ ശക്തിപ്പെടണം. പ്രിയ അച്ഛന്റെ സാക്ഷ്യം കേട്ട് ഞാൻ വളരെ സന്തോഷിച്ചു. അത്ഭുതങ്ങൾ ഓരോന്ന് വർണ്ണിച്ചപ്പോൾ വലിയ എടുത്തിയാട്ടമോ വലിയ ഒരു കാര്യവും ചെയ്യാതെ ശാന്തമായി നിന്നുകൊണ്ട് ഹൃദയത്തെ സ്പർശിക്കുന്ന സാക്ഷ്യം, കണ്ണ് നിറഞ്ഞ സാക്ഷ്യം, നിറയുന്ന സാക്ഷ്യമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പ്രത്യേകിച്ച് തന്റെ ഭവനത്തിന്റെ കാര്യവും ഇന്ന് ആ സ്ഥാനത്ത് തനിക്ക് 2 നില കെട്ടിടവും ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്രാർത്ഥനയുടെ ശക്തിയും ദൈവസന്നിധിയിൽ വേറെ ഒന്നിനും പോകാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുകയും കാത്തിരിക്കുകയും പ്രവർത്തിക്കുകയും വേറെ വ്യക്തികളിൽ കൂടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്തത് കേട്ടപ്പോൾ സത്യത്തിൽ ഞാൻ ഒരു പോഷനെ പോലെ എനിക്ക് കേൾക്കുവാൻ ഇടയായിരുന്നു.
Praise the Lord. എന്റെ മുമ്പാകെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കും. Praise the Lord. അപ്പോൾ ദൈവത്തിന്റെ പൈതലേ, നമുക്ക് വേണ്ടത് എന്തുവാ? ദൈവത്തിന്റെ അത്യന്ത ശക്തി. Praise the Lord. മണ്ണിന്റെ ശക്തിയുണ്ട്, വിണ്ണിന്റെയും ശക്തിയുണ്ട്. സ്തോത്രം. മണ്ണിന്റെ ശക്തി കൊണ്ടാണ് അന്ന് വിശുദ്ധ അഭിഷേകത്തിന്റെ തൈലം ഉണ്ടാക്കുവാൻ ഇടയായത്. മണ്ണിൽ നിന്നെടുത്ത ചില വസ്തുക്കളെ കൊണ്ട്. സ്തോത്രം.